പഴയ നിയമത്തിലെ കാർഷികോത്സവത്തിൻ്റെയും സീനായി മലമുകളിൽ വെച്ച് ദൈവം 10 കൽപ്പനകൾ നൽകിയതിൻ്റെയും അനുസ്മരണയായിട്ട് പുതിയ നിയമത്തിലെ തിരുനാളാണ് പെന്തക്കോസ്താ തിരുനാൾ. യഹൂദന്മാർക്ക് ബാബിലോണിയൻ പ്രവാസത്തിന് മുൻപ് 7 തിരുനാളുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഏതാനും തിരുനാളുകൾ കൂടി ചരിത്രപരമായ കാരണങ്ങളാൽ കൂട്ടിച്ചേർത്തു. ആ പഴയ നിയമത്തിലെ ആദ്യത്തെ 7 തിരുനാളുകൾ 3 തീർത്ഥാടക തിരുനാളാണ്. അതിലൊന്നാണ് പെന്തക്കോസ്താ തിരുനാൾ. ഈ പെന്തക്കോസ്താ തിരുനാളും പുതിയ നിയമത്തിലെ പെന്തക്കോസ്തായും തമ്മിൽ വളരെയേറെ സാമ്യമുണ്ട്. പെന്തക്കോസ്താ എന്ന് പറയുന്നത് 50-ാം ദിനം എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഇസ്രായേൽ ജനം പെസഹ ആചരിച്ച ശേഷം ഈജിപ്തിൽ നിന്ന് സ്വതന്ത്രരായി 40 ദിവസം കൊണ്ട് സീനായി മലയുടെ താഴ്വരയിലെത്തി ഈജിപ്തിൽ നിന്ന്. അതിനുശേഷം 40-ാം ദിനത്തിൽ മോശ സീനായി മലയുടെ മുകളിലേക്ക് കയറിപ്പോയി ദൈവം ആവശ്യപ്പെട്ട പ്രകാരം. അതുപോലെ തന്നെ ആദിഫലത്തിൻ്റെ തിരുനാളായ ഈസ്റ്റർ, അതായത് യഹൂദന്മാരുടെ ആദ്യത്തെ തിരുനാൾ, പെസഹ തിരുനാൾ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ, അതോടൊപ്പം തന്നെ ആ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളിൽ പെസഹ ആചരിച്ച് കഴിഞ്ഞ ശേഷം വരുന്ന ആദ്യത്തെ ശാബതം കഴിഞ്ഞ് പിറ്റേ ദിവസം, അതാണ് നമ്മൾ ആഘോഷിക്കുന്ന ഈസ്റ്റർ. അന്ന് അവർ ദൈവത്തിന് ആദ്യഫലം നൽകുന്ന ദിവസമാണ്. അങ്ങനെ ആദ്യഫലം തിരുനാൾ ദിവസം എന്ന് പറയുന്നത് ഈശോയാണ്. ഈശോയുടെ രക്ഷാകര പദ്ധതിയുടെ ആദ്യഫലം ഈശോയുടെ ഉത്ഥാനമാണ്. അന്ന് മുതൽ 50 ദിവസം അവർ എണ്ണുന്നു. ആ 50-ാം ദിവസമാണ് 40-ാം ദിവസം ഈശോ സ്വർഗത്തിലേക്ക് കയറിയതുപോലെ ഇവിടെ 40-ാം ദിവസം മോശ സീനായി മലയിലേക്ക് പോകുന്നു. ഇവിടെ ദൈവത്തോടൊപ്പമായിരിക്കുന്നു. 10 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ സീനായി മലയിൽ വെച്ച് ദൈവം ഒരു ഇടിമുഴക്കവും അഗ്നിയും വളരെയേറെ കാഹളങ്ങളും എല്ലാം ഉണ്ടാവുകയും അവിടെ വെച്ച് 10 കൽപ്പനകൾ നൽകുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെ ഈശോ 40-ാം ദിവസം സ്വർഗത്തിലേക്ക് ഉയർന്നിട്ട് 10 ദിവസം കഴിഞ്ഞപ്പോൾ വലിയ ആകാശത്ത് നിന്ന് കൊടുങ്കാറ്റ് പോലെയുള്ള ആരവം ഉണ്ടാകുന്നു. അത് ഒരു അപ്പസ്തലന്മാരെ കേന്ദ്രീകരിച്ചിരുന്ന ശിഷ്യന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തെ കേന്ദ്രീകരിക്കുന്നു. പെന്തക്കോസ്താ ആഘോഷിക്കുവാൻ വേണ്ടി തീർത്ഥാടന തിരുനാളാണ്. അതുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വന്നിട്ടുള്ള യഹൂദന്മാർ അവിടേക്ക് ഓടിക്കൂടി എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് അറിയുവാൻ വേണ്ടി. അപ്പോൾ അവർ ശ്രദ്ധിക്കുന്നു, സ്വർഗത്തിൽ നിന്ന് വലിയൊരു അഗ്നിഗോളം ഇറങ്ങി വരുന്ന ഈ അപ്പസ്തലന്മാരുടെ മേലെല്ലാം ചെറിയ ചെറിയ നാളങ്ങളായിട്ട് അവരിൽ ആവസിക്കുകയാണ്. ഈശോയുടെ ജ്ഞാനസ്നാന വേളയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് പ്രാവിന്റെ രൂപത്തിലായിരുന്നു. കാരണം ഈശോ കളങ്കമില്ലാത്തവനാണ്. അവിടെ ഒരു ശുദ്ധീകരണത്തിന്റെ ആവശ്യമില്ല. എന്നാൽ അഗ്നി എന്ന് പറയുന്നത് ശുദ്ധീകരണത്തിനുള്ളതാണ്. അത് ഇമ്പ്യൂരിറ്റീസിനെ എടുത്തു കളയുന്നതാണ്. അവിടെ ആ രൂപത്തിലാണ് അപ്പസ്തലന്മാരുടെ മേലെ ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരിക. രണ്ടും ഓരോ മലയിലാണ് സംഭവിക്കുക. ഒന്ന് സീനായി മലമുകളിലാണെങ്കിൽ ഇവിടെ സിയോൺ മലമുകളിലാണ്, അല്ലെങ്കിൽ ജെറുസലേമിലാണ് സംഭവിക്കുക. രണ്ടിലും വലിയ ആരവമുണ്ടാകുന്നുണ്ട്, തീയും നാളങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം അത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പ്രതീകമാണ്. അഗ്നി എന്ന് പറയുന്നതിന് പല പ്രത്യേകതകളുണ്ട്. അത് ഇമ്പ്യൂരിറ്റീസ് ഒരുക്കി കളയുവാനാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യേകിച്ച് പഴയ കാലത്ത് പഴയ സ്വർണ്ണമെല്ലാം കൂടെ കൊടുത്തിട്ട് തട്ടാനോട് പറയും, ഇതെല്ലാം ഉരുക്കി ഒരു പുതിയ കമ്മൽ ഉണ്ടാക്കണം, അല്ലെ മാല ഉണ്ടാക്കണം, അല്ലെ കുറുക്കുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അതെല്ലാം അഗ്നിയിലിട്ട് വളരെ ചൂടോടുകൂടി അതിനെ ഉരുക്കും. ഉരുക്കിയത് കൊണ്ട് സ്വർണം ഒട്ടും നശിക്കുകയില്ല. പക്ഷെ ഇമ്പ്യൂരിറ്റീസ് എല്ലാം കത്തി നശിക്കും. അതിനുശേഷം അതിനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉരുകിയ ആ സ്വർണത്തെ രൂപാന്തരപ്പെടുത്തി എടുക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് അഗ്നിയുടെ രൂപത്തിൽ നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മളിലെ ഇമ്പ്യൂരിറ്റീസ് എല്ലാം അഴുകി കളയും. അതിനുശേഷം ആ വിശുദ്ധമായിട്ടുള്ളത് മാത്രം നിലനിൽക്കുന്നു. മറ്റൊരു പ്രത്യേകത, അങ്ങനെ ഷേപ്പാക്കി മാറ്റുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അതൊരു നവീകരണം, ഒരു പുനർജന്മം ഉണ്ടാകുന്നു. ഉദാഹരണമായിട്ട് ഒരു നഗരം മുഴുവൻ കത്തി നശിച്ചാൽ അതിനുശേഷം അതിനേക്കാൾ വേറെ പ്ലാൻഡായിട്ടുള്ള, അതിലും മനോഹരമായിട്ടുള്ള, സൗകര്യപ്രദമായിട്ടുള്ള ഒരു നഗരത്തെ ജനം പടുത്തുയർത്തും. ഒരു ഫോറസ്റ്റ് കത്തി നശിച്ചാൽ അതിൽ നിന്ന് അതിൻ്റെ അകത്തെ കീടങ്ങളെല്ലാം പോകും. അതുപോലെ തന്നെ ഏറ്റവും മോശമായ മുച്ചെടികളെല്ലാം നശിക്കും. അതിനുശേഷം മനോഹരമായ മറ്റൊരു ഫോറസ്റ്റ് അവിടെ നിന്ന് പുനർജനിക്കും. അതുപോലെ തന്നെ ഈ അഗ്നിക്ക് നമുക്ക് കൂടുതൽ ചൂട് തരാൻ സാധിക്കും, പ്രകാശം തരാൻ സാധിക്കും. അതുപോലെ ആത്മീയമായ അർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ ജ്ഞാനം കിട്ടും. ദൈവത്തിന്റെ
അറിവ്, ദൈവത്തിന്റെ വചനം കൂടുതൽ അർത്ഥത്തിൽ മനസ്സിലാക്കുവാനുള്ള ആ വിവേകം നമുക്ക് ലഭിക്കുന്നു. അങ്ങനെയുള്ള പല പ്രത്യേകതകളാണ് ഈ പരിശുദ്ധാത്മാവ് അഗ്നിയുടെ രൂപത്തിൽ പെന്തക്കോസ്താദിനത്തിൽ വരുമ്പോൾ അർത്ഥമാക്കുക. ഇനി ഈ മോശയ്ക്ക് നിയമങ്ങൾ നൽകപ്പെട്ടത് കൽപ്പലകകളിലാണ് എങ്കിൽ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്താദിനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യ ഹൃദയങ്ങളിലാണ് ആ സ്നേഹത്തിന്റെ കൽപ്പന എഴുതിയത്. പഴയ നിയമത്തിലെ 10 കൽപ്പനകൾ സംഗ്രഹിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, ഇതെല്ലാം കൂടി സംഗ്രഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക. അതായത് സ്നേഹം എന്ന ഒരേ വാക്കിലാണ്. ആ അതേ കാര്യമാണ് പരിശുദ്ധാത്മാവിലൂടെ ആ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെടുക. പെന്തക്കോസ്താദിനാല് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശേഷം പത്രോസ് പ്രസംഗിച്ച അവസരത്തിൽ 3000 ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്നവര് മാനസാന്തരപ്പെടുകയും ജ്ഞാനസ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് അവരുടെ പ്രദേശങ്ങളിൽ പോയി അവരവിടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പിന്നീട് വചനം പ്രസംഗിച്ചുകൊണ്ട് ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ അവിടെ അവരെ സ്വീകരിക്കുവാനായിട്ട് ഈശോയെ സ്വീകരിച്ച ആളുകൾ ഉണ്ടായിരുന്നു. ഇനി ഇതിന് പാരലായിട്ട് സിനായി മലയുടെ താല്പര്യത്തിൽ മറ്റൊരു സംഭവം നടക്കുന്നുണ്ട്. ഇത് ദൈവം പറഞ്ഞു, ഇത് 40 ദിവസം മോശ സിനായി മലയിൽ പ്രാർത്ഥനയിൽ ദൈവത്തോടു കൂടി ആയിരുന്ന സമയത്ത് താഴ്വരയിൽ അദ്ദേഹത്തിന്റെ മോശയുടെ സഹോദരനായ അഹറോനോട് ആളുകൾ പറഞ്ഞു, അവർ അക്ഷമരായി, ഇതാ മോശ 40 ദിവസമായിട്ട് മുകളിലേക്ക് കയറിയിട്ട് ഇറങ്ങി വന്നിട്ടില്ല, അതുകൊണ്ട് അവൻ മരിച്ചു കാണും. കാരണം അവിടെ ഒന്നും കഴിക്കാനില്ല. ഒരു മനുഷ്യന് 40 ദിവസത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ആരാധിക്കാനൊരു ദൈവത്തെ വേണം. അതുകൊണ്ട് ഈ മോശയൊക്കെ പറഞ്ഞ ദൈവമൊന്നുമല്ല ശരിയായ ദൈവം എന്ന് പറഞ്ഞ് യഥാർത്ഥ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് ഈജിപ്തിലെ ദൈവമായ കാളക്കുട്ടിയുടെ സ്വർണം കൊണ്ടുള്ള രൂപമുണ്ടാക്കി അതിനെ ആരാധിക്കുന്നു. അതുകൊണ്ട് ദൈവം മോശയെ താഴേക്ക് പറഞ്ഞു വിട്ടു. മോശ കൽപ്പനകളെല്ലാം ദേഷ്യം കൊണ്ട് എറിഞ്ഞു പൊട്ടിച്ചു. അതിനുശേഷം ഈ ആളുകളോട് പറഞ്ഞു, യഥാർത്ഥ സത്യ ദൈവത്തെ ആരാധിക്കാൻ സന്മനസ്സുള്ളവർ മാറിക്കാൻ പറഞ്ഞു. ഒരു ലൈൻ വരച്ചിട്ട് അങ്ങോട്ട് മാറാൻ പറഞ്ഞപ്പോൾ ലേവ്യ വംശത്തിന് മാത്രമേ മാറിയുള്ളൂ, ബാക്കിയുള്ളവർ മാറിയില്ല. കാരണം അവരെപ്പോഴും ഈജിപ്തിലെ വിഗ്രഹാരാധനയിൽ മുഴുകി നിൽക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ അവരുടെ നേതാക്കന്മാരായിരുന്ന 3000 ആളുകളെ അന്ന് ലേവ്യ വംശജര് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം നശിപ്പിക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെ 3000 ആളുകൾ വിഗ്രഹാരാധന മൂലം നശിച്ചു പോയെങ്കിൽ ഇവിടെ 3000 ആളുകൾ യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതാണ് നമ്മൾ കാണുക. ഇവിടെ സിനായി മലമുകളിൽ വെച്ച് ഇസ്രായേലിന്റെ ഒരു പുനർജനനം ഉണ്ടായെങ്കിൽ, അല്ലെങ്കിൽ ഇസ്രായേൽ വംശം ഉണ്ടാകുന്നത് സിനായി മലയിൽ ദൈവവും മോശയും തമ്മിലുള്ള, അല്ലെങ്കിൽ മോശയും ദൈവവും ഇസ്രായേൽ ജനവും തമ്മിലുള്ള ഉടമ്പടിയിലൂടെ ഇസ്രായേലിന്റെ ഉദ്ഘാടനം നടന്നപ്പോൾ ഇവിടെ പുതിയ നിയമത്തിലെ പെന്തക്കോസ്താദിനത്തിന് സഭയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുകയാണ്. അതുപോലെ തന്നെ ഭാഷാപരം അവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാര് അരമായ ഭാഷയാണ് സംസാരിക്കുക. അരമായ ഭാഷ എന്ന് പറയുന്നത് എബ്രായ ഭാഷയുടെ നവീകരിക്കപ്പെട്ട ഭാഷയാണ് അരമായ ഭാഷ, ഈശോ സംസാരിക്കുന്ന ഭാഷ. എന്നാൽ മറ്റു ആളുകളെ കൂടുതലും ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവരുണ്ട്. പിന്നെ ലോകത്തിന്റെ 3 ഭൂഖണ്ഡങ്ങളെ സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് ഹോളി ലാൻഡ്. അതായത് സൗത്തിലേക്ക് പോയാൽ ആഫ്രിക്ക, ഈസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഏഷ്യ, അതുപോലെ തന്നെ വെസ്റ്റിലേക്ക് പോയാൽ യൂറോപ്പ്. ഇത് 3 ഭൂഖണ്ഡങ്ങൾ ചേർന്നതാണ്. അങ്ങനെ ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടന തിരുനാളായ പെന്തക്കോസ്താ തിരുനാളില് ആരാധിക്കുവാൻ വരുന്ന ആളുകൾക്ക് മുഴുവനും ഈ അപ്പോസ്തലന്മാർ പറയുന്ന പ്രസംഗം ഇൻസ്റ്റന്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുകയാണ്. ഇതിപ്പോ ഐക്യൊക്കെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വന്നപ്പോൾ നമുക്കറിയാം, ചിലപ്പോൾ ഇന്റർനാഷണൽ കോൺഫറൻസുകളിൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ കിട്ടും. അന്ന് അതൊന്നുമില്ല. അപ്പൊ ഭാഷാപരം എന്ന് പറയുമ്പോൾ ഈ പത്രോസ് പ്രസംഗിക്കുമ്പോൾ എല്ലാവർക്കും അവരവരുടെ ഭാഷയിൽ സംസാരിക്കുന്നു. അതാണ് നടപടി പുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിച്ചു കേട്ടത്. ഇവരെല്ലാം മദ്യപിച്ചതാണോ, അല്ലെങ്കിൽ എന്താണ് അത്ഭുതത്തോടു കൂടി ഇങ്ങനെ ആളുകൾ അതിശയിക്കുകയാണ്. അതാണ് മറ്റൊരു സംഭവം. എന്നാൽ അതിന് ഭാഗത്തായിട്ട് പഴയ നിയമത്തിൽ വേറൊരു സംഭവം പറയുന്നുണ്ട്. അതായത് പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം. പഴയ നിയമത്തില് നമുക്കറിയാം, നോഹയുടെ 3 മക്കള് അവരുടെ സന്താന പരമ്പരകള് ദേശത്തേക്ക് വന്നു. ഭാവിയിൽ അവിടെ അവര് ഇനി മേലാൽ ദൈവം ഒരു ജലപ്രളയം ഉണ്ടാക്കിയാൽ നമ്മൾ മരിക്കാതിരിക്കാൻ വേണ്ടി ഒരു പിരമിഡ് ഉണ്ടാക്കുകയാണ്, വലിയ ഗോപുരം. അവിടെ അതിന്റെ മുകളിൽ രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് ദൈവത്തിനെതിരെ മത്സരിക്കുകയാണ്. ദൈവത്തെ അനുസരിക്കാനല്ല, ദൈവത്തോട് മത്സരിക്കാനാണ് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് ദൈവം ഒരു ഭൂമികൾക്ക് ഉണ്ടാക്കുന്നു, അതിനെ ചിതറിച്ചു കളയുന്നു, ജനങ്ങളുടെ ഭാഷ ചിതറിക്കുന്നു. 70 ഭാഷകളായി 70 ദേശങ്ങളിലേക്ക് ജനങ്ങൾ ചിതറിക്കപ്പെടുകയാണ്.
എന്നാൽ ഇതാ തിരിച്ച് ഈ 70 ദേശങ്ങളിൽ നിന്നുള്ള 70 ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ വന്നിട്ട് അവർ ഒരേ ഭാഷയിൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കൽപ്പന മനസ്സിലാക്കുകയാണ്. ലോകത്തെ മുഴുവനും ഒന്നിപ്പിക്കുന്ന ഒരു ഭാഷയുണ്ട്. ആ പാട്ടുകൾ പാടുമ്പോൾ ഏത് ഭാഷയിലെ പാട്ട് കേട്ടാലും നമ്മൾ ആസ്വദിക്കും. കാരണം അതിനെല്ലാം ഒരു താളമുണ്ട്. അതുപോലെ എല്ലാ ഭാഷയ്ക്കും ഒരു താളമുണ്ട്. ഇത് മറ്റൊന്നുമല്ല, സ്നേഹമാണ്. ഒരമ്മയ്ക്ക് കുഞ്ഞുണ്ടായാൽ കുഞ്ഞ് ഭാഷ പഠിക്കാൻ ഒരുപാട് കാലമെടുക്കും. പക്ഷേ അമ്മയുടെ ഭാഷ കുഞ്ഞിന് മനസ്സിലാകും. കാരണം അമ്മ കുഞ്ഞിന് ഉമ്മ കൊടുക്കുന്നു, പാല് കൊടുക്കുന്നു, ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നു, പരിലാളിക്കുന്നു. ആ സ്നേഹത്തിന്റെ ഭാഷ ഏത് ലോകത്തിലെ ഏത് ഭാഗത്ത് നമ്മൾ ചെന്നാലും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുമ്പോൾ നമ്മളവരെ പുഞ്ചിരിച്ച് കാണിക്കുമ്പോൾ അവർ തിരിച്ച് പുഞ്ചിരിച്ച് കാണിക്കും. അവർ തിരിച്ച് അവരുടേതായ സ്നേഹപ്രകടനങ്ങൾ കാണിക്കും. ആ സ്നേഹത്തിന്റെ കൽപ്പനയാണ് നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ നമുക്ക് പിശാച് നമ്മളെ പ്രേരിപ്പിക്കുന്നത് സ്നേഹത്തിന് പകരം വിദ്വേഷവും വെറുപ്പും അസൂയയും അഹങ്കാരവും ഇതെല്ലാം നമ്മളിൽ നിറയുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവല്ല, അശുദ്ധാത്മാവാണ് നമ്മൾ പ്രവർത്തിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോസ്തലന്മാര് ഒന്നു ചേർന്ന് പണ്ടൊക്കെ അവര് തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇവിടെ എളുപ്പപ്പെട്ട് കർത്താവിന്റെ നാമത്തിൽ അവർ ഒന്നിച്ച് ജെറുസലേമിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വരിക. നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. ഓൾവേസ് ചെയ്ത് കുർബാന കാണുന്നതല്ല കുർബാന. നമ്മുടെ ദേവാലയത്തിൽ ഇരുന്ന് നമ്മൾ ഒന്നു ചേർന്ന് ദൈവത്തിന്റെ ആലയത്തിൽ ആയിരുന്നുകൊണ്ട് ആ സ്നേഹത്തിന്റെ ഐക്യത്തിൽ വിദ്വേഷമില്ലാതെ വൈരാഗ്യമില്ലാതെ എളുപ്പപ്പെട്ട് സ്നേഹത്തിന്റെ ഐക്യത്തിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുക. അങ്ങനെ ദൈവാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുമ്പോഴാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീരുക. അതുകൊണ്ട് ഈ ബന്ധപുസ്തകത്തിലാണ് അഗ്നിയുടെ രൂപത്തിൽ വന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുക, പൗലോസ്ലീഹ കൊറിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതിന് ചുരുക്കം ഇതാണ്: യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രക്തമോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും കർത്താവിന്റെ ജനത്തിൽ അത് പരസ്യമാകും, അഗ്നിയാൽ അത് തെളിയിക്കപ്പെടും. ഇപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന ഫലം അത് അന്ത്യദിനത്തില് അഗ്നിയാൽ അത് പരീക്ഷിക്കപ്പെടും. അഗ്നിയാൽ അശുദ്ധമായതെല്ലാം കത്തി നശിക്കും. അതെന്തൊക്കെയാണ്? തടിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് എങ്കിൽ, പുല്ലാണെങ്കിൽ, വൈക്കോലാണെങ്കിൽ അതെല്ലാം കത്തി നശിക്കും. എന്നാൽ നമ്മൾ ചെയ്യുന്ന സുഹൃതങ്ങൾ സ്വർണമാണെങ്കിൽ, വെള്ളിയാണെങ്കിൽ, രക്തമാണെങ്കിൽ അവ നിലനിൽക്കും. അവ സ്വർഗത്തിലേക്ക് പോകും. തടിയും പുല്ലും വൈകോലും ഒക്കെ നരകത്തിലേക്ക് പോകും. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ ക്രൈസ്തവ ചൈതന്യത്താൽ നമ്മൾ നേടിയെടുത്തിട്ടുള്ളത് സ്വർണം എന്ന് പറയുന്നത് ആത്മീയാർത്ഥത്തിലാണ്. സ്വർണവും വെള്ളിയും രക്തവുമാണോ? അങ്ങനെയുള്ള സുഹൃത്തുക്കളാണോ? അതോ വെറും തടിയും വൈക്കോലും പുല്ലും ഒക്കെയാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ വീണ്ടും 14-ാമത്തെ വാക്യത്തിൽ പൗലോസ് തുടർന്ന് പറയുകയാണ്: ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്, അത് നിങ്ങൾ തന്നെയാണ്. നമ്മൾ തന്നെയാണ് ദൈവത്തിന്റെ ആലയം. ആ ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിച്ചുകൊണ്ട് അഹങ്കാരവും അസൂയയും വിദ്വേഷവും സോഷ്യൽ മീഡിയയിലൂടെയുള്ള തെറ്റായ പ്രചരണങ്ങളും അങ്ങനെയുള്ള തിന്മകൾ കൊണ്ടാണ് നമ്മുടെ ഹൃദയത്തെ നമ്മൾ നിറയ്ക്കുന്നത് എങ്കിൽ ദൈവത്തിന്റെ ആലയത്തെ നമ്മൾ നശിപ്പിച്ചാൽ ദൈവം നമ്മളെ നശിപ്പിക്കും. എപ്പോഴും അന്ത്യദിനാൾ അതുവരെ ദുഷ്ടനെ പല പോലെ ദൈവം വളർത്തും. കാരണം അവന്റെ മാനസാന്തരം ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ അരൂപി നമ്മളിൽ അറിയുമ്പോൾ ദൈവത്തിന്റെ സ്നേഹവും അതിനനുസരിച്ചുള്ള പുണ്യങ്ങളും നമ്മൾ വർദ്ധിപ്പിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.